എൻ്റെ പേര് അക്ഷയ്. ഞാൻ വരുന്നത് ചേർത്തലയിൽ നിന്നാണ്. എൻ്റെ ഫ്രണ്ട് വലിയ FSIനെ കുറിച്ച് കേൾക്കണം. ഒരു 5 കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളൊന്ന് ചേരാമെന്നൊക്കെ ഓർത്ത് ഒന്ന് ചേർന്ന്. ഇവിടെ ഒരു ഓഫീസ് പോലത്തെ തന്നെ ഒരാൾക്കൊരു ചെയർ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഒരു ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡ് അല്ലാതെ നമുക്ക് ഇവിടെ പഠിപ്പിക്കുന്നതായിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ടീച്ചർ സ്റ്റുഡൻ്റ് ആയിട്ടല്ല നമ്മളിപ്പോൾ ഒരു ക്ലയൻറ്റിന് വേണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഒരു വർക്ക് പോലെ നമുക്കിപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുന്നത്. ഈസി ആയിട്ട് ഇപ്പോൾ നമുക്കൊരു ഡൗട്ട് വരികയാണെങ്കിൽ തന്നെ ക്ലിയർ ചെയ്യാനായിട്ട് ടീച്ചർമാരുണ്ടെന്ന് വലിയൊരു പ്രൊഫഷണലായിട്ട് തന്നെയാണ് ഇവിടുത്തെ പഠനമൊക്കെ പോകുന്നത്. അത് പഠിച്ചതെന്ന് പറഞ്ഞാൽ SAP, ടാലി, എക്സൽ, TDS, GST. ടാലിയിലും SAPയിലും കുറച്ചുകൂടെ കൂടുതലായിട്ട് കുറേ പ്രാക്ടിക്കൽ നോളജും ആയിട്ട് ഇവിടുത്തെ കുറേ പ്രോജക്റ്റ് നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച് അതിൽ കുറച്ചുകൂടെ ആയിട്ട് നമുക്ക് ഒന്നുകൂടെ ഒരു കമ്പനി പോയിരുന്ന പെട്ടെന്ന് ചെയ്യാനായിട്ടുള്ളൊരു കോൺഫിഡൻസ് ഒന്ന് തന്നെ ക്രിയേറ്റ് ചെയ്തു. ഒരാളേക്ക് വൈറ്റ് ബോർഡ് വെച്ച് കാണിച്ചു തന്നിട്ട് തിയറി ആയിട്ട് നോട്ട് എഴുതി പഠിപ്പിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് കുറേ പ്രോജക്റ്റ് തന്നിട്ട് അതിൽ നിന്ന് ഞങ്ങൾ തന്നെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അത് തന്നെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ഒരു ഓഫീസിൽ നിന്ന് ചെയ്യുന്ന പോലെ തന്നെ തോന്നുന്നത്. SAP ടാലി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ SAP തന്നെയാണെങ്കിലും നമുക്ക് SAP ആര് കണ്ടുപിടിച്ച് ഏത് വർഷം കണ്ടുപിടിച്ച് അതൊന്നും വലിയ പഠിക്കേണ്ട. SAPയിൽ നമുക്ക് ഒരു കമ്പനി പോയിരുന്ന എന്താണ് ചെയ്യേണ്ടത്, ആ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു തരിക. ടാലിനെ കുറിച്ച് കൂടുതൽ പറയാതെ ടാലിയിൽ എന്താണ് ചെയ്യാനുള്ളത് അതെല്ലാം കറക്റ്റായിട്ട് പഠിപ്പിക്കുക. BCom കഴിഞ്ഞ ഒരാൾക്ക് ഒരിക്കലും ഒരു കോൺട്രാക്ട് ജോബിലായിട്ട് ചെയ്തതായിട്ട് അവർക്ക് പ്രാക്ടിക്കൽ നോളജ് ഇല്ല. പ്രാക്ടിക്കൽ സ്കിൽ ഡെവലപ്പ് ചെയ്തല്ലേ പറ്റുള്ളൂ. നമുക്കിപ്പോൾ ഒരു എന്തെങ്കിലും ഡേറ്റ എൻട്രി ആണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ഒക്കെ ഒന്ന് അക്കൗണ്ട് ചെയ്യണമെങ്കിൽ തന്നെ നമുക്കിപ്പോൾ കറക്റ്റായിട്ടുള്ള അതിനെക്കുറിച്ചുള്ള നോളജ് വേണം. അപ്പോൾ ആ നോളജ് നമുക്ക് ഇവിടുന്ന് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അത് നമുക്ക് ഒരിക്കലും ഒരു കോളേജിൽ നിന്ന് പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പ്രൊഫഷണലായിട്ട് നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്ത ഒരു ഇതിൽ തന്നെ പോകുമ്പോൾ നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റും. എല്ലാം നമ്മളെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ഇൻ്റർവ്യൂ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു സെക്ഷൻ കഴിയാൻ നേരം നമ്മൾ മെൻ്റലി അതിന് പ്രിപ്പയർഡ് ആണ്. ഇപ്പോൾ ഇൻ്റർവ്യൂവിന് എന്തൊക്കെ ചെയ്യാം, വൃത്തിക്ക് ഒരാൾ ഇൻ്റർവ്യൂ എന്തൊക്കെ ചെയ്യാൻ പാടില്ല ചെയ്യുക എന്നുള്ള ഒരു ഇത് നമുക്ക് അറിയാം. ഒരു BCom ഗ്രാജുവേറ്റഡ് ആയിട്ട് കോളേജിൽ നിന്ന് ഇറങ്ങി വന്ന് ഞാൻ ജനറൽ പോലും ഫുള്ളി കോൺഫിഡൻ്റ് അല്ലായിരുന്നു. ഇവിടെ വരുമ്പോൾ ബേസിക് ക്ലാസ് തൊട്ട് ക്യാഷ് അക്കൗണ്ട് തൊട്ട് ക്യാപിറ്റൽ തൊട്ട് ഇങ്ങനെയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവർ ഒരു കൊച്ചു കുട്ടീനെ പുറത്ത് പഠിപ്പിക്കുന്ന പോലെ എല്ലാം പഠിപ്പിച്ച് അതുപോലെ തന്നെ അതൊക്കെ എങ്ങനെ പ്രാക്ടിക്കൽ ലൈഫിൽ എങ്ങനെയാണ് അതൊക്കെ സ്വാധീനിക്കുന്നത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ എന്താണ്, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ നോളജ് എന്ന് പറഞ്ഞ ഒരു കാര്യം കറക്റ്റായിട്ട് പഠിപ്പിക്കുക. പ്രത്യേകം പറഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് തോന്നാറുണ്ട്. ഇപ്പോൾ പിള്ളേർ വന്ന് പഠിക്കുന്നത് വെറുതെ പോകുന്നത് അതല്ലാതെ നമുക്ക് ഒരു ഏതെങ്കിലും ലെവലായിട്ട് എത്തിക്കാനായിട്ടാണ് ഇവർ ശ്രമിക്കുന്നതെന്ന് നമുക്ക് തന്നെ ഒരു ഇന്നർ ഫീലിംഗ് ഉണ്ട്. ഇവിടെ പഠിച്ചതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഒരു കമ്പനി ചെന്നാലും അവിടെ കറക്റ്റായിട്ട് ആ കമ്പനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്നുള്ളൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ടാവും.